ഇന്ന് നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ് ആൻഡ് കമ്പാരിസൺ എയർപോഡ്സ് പ്രോ 3 പിന്നെ എയർപോഡ്സ് 4യുടെ. സോ ഇത് രണ്ടും ഞാൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ഇപ്പം ടെസ്റ്റ് ചെയ്യാൻ പോവുക. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് നോക്കാം ഏതിൻ്റെ മൈക്കാണ് ബെറ്റർ ഫോൺ കോൾസിന് വേണ്ടിയിട്ട്. സോ ഇപ്പം നമ്മൾ ടെസ്റ്റ് വീഡിയോസ് നോക്കാം, അത് കഴിഞ്ഞ് ഇനിയും സംസാരിക്കാം. എന്നാൽ പോവാം. ഇതാണ് സൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇടാതെ. ഈ സിനാരിയോയില് കാറ്റൊക്കെ ഒത്തിരി ഉണ്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും ഒത്തിരി ഉണ്ട്. ആൻഡ് രണ്ട് ഇയർഫോൺ ആക്ച്വലി വിൻഡ് ഹിറ്റ് ചെയ്യുവാണ്. സോ ഇപ്പൊ ഞാൻ കൂടുതൽ ഫാസ്റ്റ് ഓടിക്കുന്നില്ല, കാരണം വിൻഡ് ഹിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ എന്താ പറയുന്നതെന്ന് അത്ര ഒന്നും മനസ്സിലാവില്ല. സോ ആൻഡ് മുമ്പിൽ ഒരു ബസ് ഉണ്ട്, ഒത്തിരി ഡസ്റ്റ് ഒക്കെ ഉണ്ട്. സോ ഐ ഗോ സ്ലോ. സോ ഓക്കെ, ഇതാണ് എയർപോഡ് പ്രോ 3യുടെ സൗണ്ട്. ഇതുവരെ നിങ്ങൾ കേട്ടത്. ഞാൻ എയർപോഡ് 4ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷെ വൈസർ തുറന്നു വെച്ചാൽ. ഈ സിനാരിയോയില് കാറ്റ് ഒത്തിരി ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും ഒത്തിരി ഉണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കും, കാരണം രണ്ട് ഇയർഫോണും ഹെൽമെറ്റിന്റെ അകത്താണ്. ഇപ്പം ഈ എല്ലാ സൗണ്ട് നിങ്ങൾ കേട്ടത് എയർപോഡ്സ് പ്രോ 3യുടെ ആയിരുന്നു. ഇപ്പം നമ്മൾ എയർപോഡ്സ് 4ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതാണ് എയർപോഡ്സ് 4യുടെ സൗണ്ട്. സോ ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും ഡിസ്റ്റർബൻസ് ഒക്കെ കിട്ടുന്നില്ലായിരിക്കും. ഹോപ്പ്ഫുള്ളി എൻ്റെ ഒച്ച ക്ലിയർ ആണ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും വിൻഡിന്റെ ആക്ച്വലി വിൻഡ് ഇല്ലായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ കൂടുതലല്ല. ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷേ വൈസർ ക്ലോസ്ഡ് ആക്കി വെച്ചാൽ. സോ ഇത് ക്ലോസ് ഹെൽമെറ്റ് സെനാരിയോ ആണ്. ഈ സെനാരിയോയിൽ കാറ്റും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ അത്ര കൂടുതൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഒച്ച എയർപോഡ്സ് പ്രോ 3യുടെ ആയിരുന്നു. ഞാനിപ്പം ഇത് എയർപോഡ്സ് 4ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. സോ ഇതാണ് എയർപോഡ്സ് 4യുടെ സൗണ്ട്. ഇപ്പം രണ്ട് മൈക്കും എയർപോഡ്സ് പ്രോ 3 പിന്നെ എയർപോഡ്സ് 4 ഇപ്പം ഹെൽമെറ്റിന്റെ അകത്താണ്. ഇപ്പം ഇത് എൻ്റെ ഒച്ച ഹെൽമെറ്റിന്റെ അകത്ത് എക്കോ ആവുന്നുണ്ട്, അത് പിടിക്കുന്നുണ്ടായിരിക്കും. സോ അത് എത്ര ഇത് ക്യാൻസൽ ചെയ്യും, എത്ര നമ്മളുടെ ഒച്ച ഇതിന് ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ഹോപ്പ്ഫുള്ളി എൻ്റെ ഒച്ച ക്ലിയർ ആണ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും എക്കോയും കൂടുതലല്ല. ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി വെള്ളത്തിന്റെ അടുത്താണെങ്കിൽ, ഞാൻ ഇപ്പം സീസൺസ് മോളിന്റെ വെളിയിൽ നിൽക്കുവാണ്. ഇവിടെ 70 വാട്ടർ ഫൗണ്ടൻസ് ഉണ്ട്, ഒത്തിരി വെള്ളത്തിന്റെ സൗണ്ട് ഉണ്ട്. നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ഇപ്പം എയർപോഡ്സ് പ്രോ 3യുടെ ആണ്. ഞാൻ എയർപോഡ്സ് 4ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതാണ് എയർപോഡ്സ് 4യുടെ സൗണ്ട്. അഗൈൻ ഞാൻ സീസൺസ് മോളിന്റെ വെളിയിൽ നിൽക്കുവാണ്. വാട്ടർ ഫൗണ്ടൻസ് ചേർത്ത് 70 വാട്ടർ ഫൗണ്ടൻസ് ഉണ്ട്, ഒത്തിരി വെള്ളത്തിന്റെ സൗണ്ട് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒറ്റ ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു, പിന്നെ വെള്ളത്തിന്റെ സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി ട്രാഫിക്കിന്റെ അടുത്താണെങ്കിൽ, ഇപ്പൊ ഞാൻ സീസൺസ് മോളിന്റെ വെളിയിൽ നിൽക്കുവാണ്. എയർപോഡ്സ് പ്രോ 3 യൂസ് ചെയ്ത് കോൾ ചെയ്യുവാണ്. ഇപ്പം നമ്മൾ എയർപോഡ്സ് 4ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് എയർപോഡ്സ് 4യുടെ സൗണ്ട്. ഇപ്പം എയർപോഡ്സ് ഞാൻ യൂസ് ചെയ്യുമ്പം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അത് കുറച്ചൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്യും. എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മളുടെ എയർപോഡ്സ് 4 കൂടുതൽ നല്ല ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ക്യാൻസലേഷൻ ചെയ്യും. ആൻഡ് എൻ്റെ ഒച്ച ക്ലിയറർ ആണ്. ഹോപ്പ്ഫുള്ളി അതാണ് ഇവിടെയും കേസ്. നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒരു ആർക്കേഡിലാണെങ്കിൽ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എയർപോഡ്സ് പ്രോ 3 ആണ്. ഇത് എയർപോഡ്സ് പ്രോ 3യുടെ മൈക്കിന്റെ സൗണ്ട് ആണ്. ഇപ്പം ഞാൻ എയർപോഡ്സ് 4ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം.
അപ്പം ഈ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് എയർപോഡ്സ് ഫോറുടെ ആണ്. ഈ സിനാരിയോയിൽ ആക്ച്വലി എൻ്റെ അടുത്ത് 50 മെഷീൻസ് ഉണ്ട്. എല്ലാത്തിനും ഡിഫറെൻറ്റ് സൗണ്ട്സ് വരുന്നു. സോ നോയ്സ് ക്യാൻസലിങ് ഇയർഫോൺസ് ഇത്ര ഡിഫറെൻറ്റ് സൗണ്ട്സിൽ നിങ്ങളുടെ ഒച്ച പിടിക്കുമ്പം അത് ഒത്തിരി റോബോട്ടിക് ആവും. നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാൻ നോക്കുമ്പം ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും പിന്നെ ഈ മെഷീൻസിൻ്റെ സൗണ്ടൊക്കെ കൂടുതൽ ഓവർ പവറിങ് അല്ല. ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങളൊരു ആർക്കേഡിലാണെങ്കിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എയർപോഡ് പ്രോ 3 ആണ്. ഇത് എയർപോഡ്സ് പ്രോ 3യുടെ മൈക്കിൻ്റെ സൗണ്ടാണ്. ഇപ്പം ഞാൻ എയർപോഡ്സ് 4ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പം ഈ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് എയർപോഡ്സ് ഫോറുടെ ആണ്. ഈ സിനാരിയോയിൽ ആക്ച്വലി എൻ്റെ അടുത്ത് 50 മെഷീൻസ് ഉണ്ട്. എല്ലാത്തിനും ഡിഫറെൻറ്റ് സൗണ്ട്സ് വരുന്നു. സോ നോയ്സ് ക്യാൻസലിങ് ഇയർഫോൺസ് ഇത്ര ഡിഫറെൻറ്റ് സൗണ്ട്സിൽ നിങ്ങളുടെ ഒച്ച പിടിക്കുമ്പം അത് ഒത്തിരി റോബോട്ടിക് ആവും. നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാൻ നോക്കുമ്പം ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും പിന്നെ ഈ മെഷീൻസിൻ്റെ സൗണ്ടൊക്കെ കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒരു ഫുഡ് കോർട്ടിലാണെങ്കിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇയർഫോൺ എയർപോഡ്സ് പ്രോ 3 ആണ്. ഇത് എയർപോഡ്സ് പ്രോ 3യുടെ ഒച്ചയാണ്. സോ നിങ്ങൾ ഫുഡ് കോർട്ടിൽ ഫോൺ കോൾ എടുത്താൽ ഇതാണ് സൗണ്ട് കിട്ടാൻ പോകുന്നത്. ഇപ്പം ഞാൻ എയർപോഡ്സ് 4ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. സോ ഇതാണ് എയർപോഡ്സ് ഫോറുടെ സൗണ്ട്. സോ ഇവിടെ ഇപ്പം ഒത്തിരി മിക്സ് സൗണ്ട് ഉണ്ട്. ആൾക്കാരുടെ ഒക്കെ സൗണ്ട് ഉണ്ട്. പിന്നെ ആൾക്കാർ വന്ന് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നു, ക്ലീനിങ് ഒക്കെ ചെയ്യുന്നു. പിന്നെ ചെയറിന്റെ ഒക്കെ ഒത്തിരി സൗണ്ട് വരുന്നുണ്ട്. പിന്നെ മെഷീൻസ് ഒക്കെ ഇവിടെ ഒത്തിരി കടകളുണ്ട്. അവിടെ നിന്ന് മെഷീൻസിന്റെ ഒത്തിരി സൗണ്ട് വരുന്നു. പിന്നെ സ്പീക്കറിൽ എന്തോ മ്യൂസിക് ഒക്കെ അവർ ഇട്ടിട്ടുണ്ട്. ഒരു ഫേമസ് പാട്ടൊന്നും അല്ല, ചുമ്മാ ഇങ്ങനെ ഇൻസ്ട്രുമെന്റലൊക്കെ അവർ ഇടും. അതും കുറച്ച് ലൗഡാണ്, അതിൻ്റെയും സൗണ്ട് ഉണ്ട്. സോ ഹോപ്പ്ഫുള്ളി എല്ലാത്തില് നിങ്ങൾക്ക് എൻ്റെ ഒച്ച നല്ലപോലെ കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമുക്ക് സംസാരിക്കാം എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന്. സോ ബേസിക്കലി എയർപോഡ്സ് 4 യൂസ് ചെയ്ത് നിങ്ങൾ ഒത്തിരി കാറ്റുള്ള സ്ഥലത്തിൽ പോയാൽ നിങ്ങൾക്ക് എൻ്റെ ഒച്ച അത്ര കേൾക്കാൻ പറ്റില്ല. ആക്ച്വലി ഒന്നും കേൾക്കാൻ പറ്റില്ല കൂടുതൽ കാറ്റാണെങ്കിൽ. പക്ഷേ എയർപോഡ്സ് പ്രോ 3 യൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് എൻ്റെ ഒച്ച നല്ലപോലെ കേൾക്കാൻ പറ്റി. പക്ഷേ കാറ്റ് കൂടുമ്പം അവിടെയും നിങ്ങൾക്ക് പ്രോബ്ലം കിട്ടി. സോ ഇത് ഞാൻ എയർപോഡ്സ് പ്രോ 2യുടെ ടെസ്റ്റ് ചെയ്തപ്പോഴും ഞാൻ കണ്ടായിരുന്നു. 2ഉം 3ഉം കമ്പയർ ചെയ്തപ്പം സെയിം ഇഷ്യൂ എനിക്ക് വന്നായിരുന്നു. 2ലും വിൻഡ് സിറ്റുവേഷനിൽ അതൊന്നും കേൾക്കാൻ പറ്റില്ല. 3 ബെറ്ററാണ്. സോ വിൻഡ് സിറ്റുവേഷന് വേണ്ടിയിട്ട് 3 ബെറ്ററാണ്, 4 നല്ലതല്ല. ബാക്കി എല്ലാ സിറ്റുവേഷൻ നിങ്ങൾ നോക്കുമ്പം അത്ര ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കേൾക്കാനേ പറ്റില്ല. കാരണം ഒത്തിരി സിമിലറാണ് സൗണ്ട്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യുമ്പം ആ വേവ് ഫോം ഒക്കെ നോക്കിയിട്ട് എത്ര ക്യാൻസലേഷൻ ചെയ്യുന്നു അതൊക്കെ ഞാൻ നോക്കി. പിന്നെ ഇയർഫോൺ ഇട്ട് നല്ലപോലെ കേൾക്കുമ്പം, സൂക്ഷിച്ച് കേൾക്കുമ്പം 2 ഡിഫറൻസ് കാണാം. എയർപോഡ്സ് 4ൽ നിങ്ങളുടെ ഒച്ച കുറച്ച് വാമാണ്, കുറച്ച് ബേസിയറാണ്. പിന്നെ നിങ്ങളുടെ ഒച്ച കുറച്ച് ലൗഡറുമാണ് എയർപോഡ്സ് 4ൽ. പക്ഷേ എയർപോഡ്സ് പ്രോ 3ൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നോയ്സ് ക്യാൻസലേഷൻ കുറച്ച് കൂടുതലാണ്. പക്ഷേ നിങ്ങളുടെ ഒച്ച ലൗഡാണ്. പക്ഷേ എയർപോഡ്സ് 4നെ പോലെയല്ല. പിന്നെ എയർപോഡ്സ് 4നെ പോലെ ബേസി സൗണ്ട് അല്ല. പക്ഷേ സെയിം ടൈം നിങ്ങളിത് എയർപോഡ്സ് പ്രോ 2യുടെ കൂടെ കമ്പയർ ചെയ്യുമ്പം, ഞാൻ ഇതിൻ്റെയും ഒരു കമ്പാരിസൺ വീഡിയോ ഇട്ടിട്ടുണ്ട്. എയർപോഡ്സ് പ്രോ 2 പിന്നെ എയർപോഡ്സ് പ്രോ 3. ഇതിനേക്കാളും കുറച്ച് ലൗഡറാണ്, മൈക്ക് ബെറ്ററാണ്. ഇപ്പം ഇതിൻ്റെ കൂടെ എയർപോഡ്സ് 4യുടെ കൂടെ എയർപോഡ്സ് പ്രോ 3 കമ്പയർ ചെയ്യുമ്പം ഓൾമോസ്റ്റ് സിമിലറാണ്. ഓൺലി സട്ടിൽ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. ഇപ്പോഴും എയർപോഡ്സ് 4 വിൻഡിൽ നല്ലപോലെ പെർഫോം ചെയ്യില്ല. ഇത് എല്ലാത്തിലും നല്ലപോലെ പെർഫോം ചെയ്യും. സോ ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ബഡ്ജറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് 25,000-26,000 സ്പെയർ ഉണ്ടെങ്കിൽ എയർപോഡ്സ് പ്രോ 3 വാങ്ങിക്കാം. അല്ലെങ്കിൽ സെയിം നിങ്ങൾക്ക് മൈക്ക് സൗണ്ട് ഇവിടെ എയർപോഡ്സ് 4ലും കിട്ടുന്നു. എയർപോഡ്സ് 4 ANC എടുത്താൽ നോയ്സ് ക്യാൻസലേഷനും കിട്ടും, അതൊരു 15,000 കിട്ടും. ഇത് വിതൗട്ട് ANC എടുത്താൽ ഒരു 11,000-10,000 ഇതും കിട്ടും. സോ ഇത് ബഡ്ജറ്റ് വേർഷൻ ആണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ്.
അത്രേ ഉള്ളൂ ഈ മൈക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻഫർമേഷൻ വീഡിയോയുടെ എൻഡിലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കാണും. അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.